അമ്മാസിൻ്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ്, ഫോട്ടോസ്, ഒത്തിരി ഫീഡ്ബാക്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ആദ്യം കാണാം കേട്ടോ. നമസ്കാരം, ശ്രുതിയാണ്. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഒരുപാട് പേര് പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, ഒരു കസ്റ്റമൈസ്ഡ് ആക്കിയിട്ട് നമ്മുടെ പ്രൊഡക്ട്സ് എങ്ങനെ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഒരുപാട് എണ്ണകൾ കാണിക്കുന്നു, ഒരുപാട് ജെല്ലുകളുണ്ട്, നമുക്ക് ഷാമ്പൂ ഉണ്ട്, അങ്ങനെ കുറേ സാധനങ്ങൾ വരുമ്പോൾ നമുക്ക് മിനിമം കെയർ ആവശ്യമുള്ളൂ നമ്മുടെ ഹെയറിന്. അപ്പോൾ അത് ഓരോരുത്തരുടെയും സ്കിന്ന് അനുസരിച്ച്, ഹെയർ ടൈപ്പ് അനുസരിച്ചാണ് അവരവർ ഓരോരോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. ഞാനൊരു ബേസിക് ആയിട്ട് ഒരു ഹെയർ കെയർ റുട്ടീനാണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത്, അനിയത്തി കുട്ടിയുടെ തലയിൽ നമുക്ക് എണ്ണയിട്ട് കൊടുക്കാം. എണ്ണയിട്ട് നമ്മളത് കെട്ടിവെച്ച് പിന്നെ നമുക്കൊരു ഷാമ്പൂ വാഷ് കഴിഞ്ഞൊരു മിനിമം കെയർ എങ്ങനെ കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും അത് മാത്രം ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഇദ്ദേഹത്തിൻ്റെ ഹെയർ എന്ന് പറയുന്നത് കുറച്ച് ലോങ് ഹെയർ ആണ്. അതുപോലെ തന്നെ എൻ്റെ ലോ പൊറോസിറ്റി ഹെയർ ആണ്. ഇദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു മീഡിയം പൊറോസിറ്റി ഹെയർ ആണ്. മക്കളുടെയൊക്കെ നല്ല മീഡിയം പൊറോസിറ്റി ഹെയർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ എണ്ണ അബ്സോർബ് ചെയ്യുന്ന ഹെയർ ആണ്. ലോ പൊറോസിറ്റി ഹെയർ ഉള്ളവർ എങ്ങനെ കെയർ ചെയ്യണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലാണ് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം, എന്നാൽ മാത്രമേ അത് വളരുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് കരിഞ്ജീരകം ഓയിലാണ് ഇദ്ദേഹം യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ വർഷങ്ങളായി അല്ലേ, 2 വർഷം 3 വർഷത്തിന് അടുത്തായി കരിഞ്ജീരകം ഓയിലാണ് യൂസ്. അത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. ദെൻ ഷാമ്പൂ, ഒരു കണ്ടീഷണറും ഉണ്ടാവും. അപ്പോൾ എല്ലാ ദിവസവും എണ്ണ ഇടാറുണ്ട്. മിക്ക ദിവസങ്ങളും ആൾ എണ്ണയിടും. ഒരു ദിവസം എല്ലാ ദിവസവും ഇടും, എല്ലാ ദിവസവും ഇടും, എല്ലാ ദിവസവും കുളിക്കുകയും ചെയ്യും. ആഴ്ച ഒരിക്കലേ ഷാമ്പൂ ഇടുക, കണ്ടീഷണറും ഷാമ്പും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മക്കളും എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കരിഞ്ജീരകം ഹെയർ ഓയിൽ വെച്ചിട്ടാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എണ്ണ എടുക്കുക, നല്ലപോലെ കയ്യിലൊന്നിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്തിട്ട് പറഞ്ഞാൽ എണ്ണ തേക്കുക. എല്ലാ ദിവസവും ഡീപ്പ് ഓയിലിംഗ് കൊടുക്കേണ്ട കാര്യമില്ല. പലരും ഫോട്ടോ എടുത്ത് അയച്ചിട്ട് നിറച്ചെണ്ണ തേച്ചിട്ട്, നമ്മൾ നിറച്ചെണ്ണ തേക്കേണ്ട. കരിഞ്ജീരകം ആയാലും നിലമരി ആയാലും നമ്മളുടെ പ്രോഡക്റ്റ് എല്ലാം, എല്ലാ പ്രൊഡക്ട്സും എങ്ങനെയാണ് കറക്റ്റ് ക്വാണ്ടിറ്റിയിലാണ്. എല്ലാം ലൈസൻസ്ഡ് പ്രോഡക്റ്റ്സ് ആണ്. ഡ്രഗ് ലൈസൻസോട് കൂടിയിട്ടാണ് അമ്മാസിൻ്റെ എല്ലാ പ്രൊഡക്ട്സും ഇവിടെ നിന്ന് പുറത്ത് പോകുന്നത്. അപ്പം നമ്മളത് തോന്നിയ പോലെ കുറേ വാരി തേക്കുക അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. എല്ലാത്തിനും കറക്റ്റ് റിക്വയർമെൻറ്റ് റേഷ്യോയിലാണ് നമ്മൾ എണ്ണ ഉണ്ടാക്കി കൊടുക്കണത്. അപ്പോൾ അത് അത്ര കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി, വളരെ കുറച്ചേ ആവശ്യമുള്ളൂ കേട്ടോ. കാക്ക നല്ല പണി തരുന്നുണ്ട് എനിക്ക്. പാവിൻ്റെ ആണോ കാക്ക? അപ്പോൾ എണ്ണ ഞാനിപ്പോൾ നേരത്തെ എടുത്തത് കണ്ടില്ല, അത്രേ എടുത്തിട്ടുള്ളൂ. ഇത്രയും ഹെയർ ലെങ്ത്തിലേക്ക് തന്നെ അത്രയും മതി. ഇതിപ്പോൾ ഇന്നലെ കുളിച്ച് ഇപ്പം ഇന്ന് നമ്മൾ വീണ്ടും ഹെയർ വാഷ് ചെയ്യാൻ പോകുന്നതാണ്. ജസ്റ്റ് ഇപ്പം അത്ര പരട്ടുമ്പോഴത്തേനും കണ്ടോ അത് പെട്ടെന്ന് അബ്സോർബ് ആയി പോയി. ഹെയർ നല്ല ഈ എന്താ പറയുക, മുടി ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഏറ്റവും നല്ല ഹെയർ ഓയിൽ നമ്മുടെ കരിഞ്ജീരകം ഹെയർ ഓയിലാണ്. നീലമരി ഇല്ല എന്നല്ല, പക്ഷെ എന്നാലും ഇത് മുടി കൊഴിച്ചിലുള്ളവർക്കും അതുപോലെ അലോപേഷ്യ ഏരിയറ്റുള്ളവർക്ക് പോലും റിസൾട്ട് വന്നിട്ടുള്ള എണ്ണയാണ്. അപ്പം ആരും അങ്ങോട്ട് തേക്കേണ്ട കാര്യമില്ല. കുഞ്ഞുങ്ങളുടെ തലയിൽ ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, വളരെ കുറച്ച് മാത്രം ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഡീപ്പ് ഓയിൽ ചെയ്യുന്ന ദിവസം ഡെഫിനറ്റായിട്ടും ഷാമ്പൂ വാഷ് എടുക്കണം. ഇദ്ദേഹത്തിൻ്റെ ഹെയർ ഒരു മീഡിയം ഹെയർ ആണ്, അതുകൊണ്ട് എണ്ണ തേച്ചാലും കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ നല്ല ഓയിലി ഹെയറിൽ ഡെയിലി എണ്ണ തേക്കേണ്ട കാര്യമില്ല. ആഴ്ചയിൽ 3 ദിവസം മാത്രം ഓയിൽ ചെയ്തിട്ട് അന്ന് തന്നെ ഹെയർ വാഷ് ചെയ്താൽ മതി. അത് ഒരു ദിവസം 2 ദിവസം ഷാമ്പൂ ഇടാം. അപ്പോൾ ഇതിനൊരു മസാജ് കൊടുക്കട്ടെ. കരിഞ്ജീരകം ഉറക്കത്തിന് നല്ലതാണ്, തലവേദന ഉള്ളവർക്ക് നല്ലതാണ്. മൈഗ്രെയിൻ്റെ അസുഖങ്ങളൊന്നും ഇത് ഉണ്ടാക്കില്ല, നീരിറക്കം ഉണ്ടാക്കാത്ത എണ്ണയാണ്. അതുകൊണ്ടാണ് ഒരുപാട് പേര് കുഞ്ഞുങ്ങൾ മുതൽ വയസ്സായവർ വരെ ഇത് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് മസാജ് കൊടുത്ത് ഒരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ. മുടിയുടെ ഹെയർ ലെങ്ത്ത് വരെ നമ്മൾ എണ്ണ തേക്കണം. എണ്ണ മുടിയിൽ ഇവിടെ മാത്രം തേച്ചുകൊണ്ട് മുടി അങ്ങനെ വളരതല്ല. ഹെയർ ലെങ്ത്ത് വരെ എണ്ണ തേക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്പ്ലിറ്റ് എൻഡ്സ് വരാതിരിക്കുക. അതുപോലെ തന്നെ ഹെയറിന് ആ ഒരു എന്താ പറയുക, റഫ്നെസ്സില്ലാതെ സോഫ്റ്റായിട്ടിരിക്കാനൊക്കെ നമ്മൾ ലെങ്ത്ത് വരെ എണ്ണ തേക്കണം കേട്ടോ. അമർത്തി തേക്കേണ്ട, ഇവിടെ ഭയങ്കര പതുക്കെ ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മുടി ഒരു 5 മിനിറ്റ് മസാജൊക്കെ കഴിഞ്ഞു. എന്നിട്ട് ജസ്റ്റ് കെട്ടി വെച്ചിട്ടൊരു
20-25 മിനിറ്റ് കഴിയുമ്പോൾ 25 മിനിറ്റ് വേണം 20 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ വാഷ് ചെയ്യാം. ഇത് നമ്മളുടെ അംല റോസ്മേരി ഷാമ്പു ആണ്. നെല്ലിക്കയും റോസ്മേരിയും ഏറ്റവും നല്ലതാണ് ഹെയറിന്. നെല്ലിക്ക നല്ലപോലെ നമ്മൾ ഹെയറിനെ ക്ലെൻസ് ചെയ്യും, അതുപോലെ തന്നെ നല്ല തണുപ്പാണ്. അതിൻ്റെ എക്സ്ട്രാക്റ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ ഫ്രാഗ്രൻസ് മാത്രം ഇട്ടിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യുന്നത്. ഷാമ്പൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നെല്ലിക്കയുടെ എക്സ്ട്രാക്റ്റും റോസ്മേരിയുടെ എസൻഷ്യൽ ഓയിലും കൂടിയുള്ള ബ്ലെൻഡാണ്. ഹെയർ ഗ്രോത്തിനും ഹെയർ ഫോളിനും ഡാൻഡ്രഫ് കളയാനും ഒക്കെ, പിന്നെ നമ്മുടെ ഹെയർ നല്ല ഇങ്ങനെ എന്താ പറയുക ബൗൺസി ആയിട്ട് കിടക്കാനൊക്കെ, നല്ല ഉള്ളോട് കിടക്കാനൊക്കെ നമ്മുടെ ഷാമ്പു ഹെൽപ്പ് ചെയ്യും. വളരെ കുറച്ച് ഇതാ, അപ്പോൾ ഞാൻ ഏകദേശം ഇത്രയും ഒരു 2 ഡ്രോപ്പൊക്കെ ഇതിൽ നിന്ന് വീഴുന്ന 2 ഡ്രോപ്പ് എടുത്താൽ മതി. നല്ലപോലെ വെള്ളത്തിൽ കലക്കിയിട്ട് മുടിയിൽ അപ്ലൈ ചെയ്യുക. കണ്ടീഷണർ നമ്മളിപ്പോൾ ചെയ്യുന്നില്ല, കണ്ടീഷണറും കൂടെ അതിൻ്റെ കൂടെ ഇടണം. ദെൻ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഹെയറും സെറ്റായതിന് ശേഷം ഒരു സിറം പോലെ നമ്മുടെ കരിഞ്ജീരക എണ്ണ അല്ലെങ്കിൽ നീലമ്പരി ആണെങ്കിൽ അതായാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും എണ്ണ, അല്ലെങ്കിൽ സിറം ഉണ്ടെങ്കിൽ സിറം ജസ്റ്റ് മുടിയിൽ മാത്രം സ്കാൽപ്പിലാവാതെ തൊട്ട് പുരട്ടി കൊടുക്കുക. വളരെ ഷൈനി ആയിട്ട് നമ്മുടെ ഹെയർ കിടക്കും. ഡാൻഡ്രഫ് ഉണ്ടാവില്ല, ചൊറിച്ചിലൊന്നും ഉണ്ടാവില്ല. പിന്നെ ഹെയർ ഗ്രോത്തിനും അത് ഒരുപാട് നല്ലതാണ് കേട്ടോ. നമ്മൾ ഉണ്ടാക്കുന്ന കറ്റാർവാഴ ജെല്ല് ശരിക്കും ഇവിടെ തന്നെ ഉണ്ടാകുന്ന കറ്റാർവാഴയാണ്. അത് പറിച്ചെടുത്ത് അതിൻ്റെ നീരിലാണ്, പ്യുവർ ജ്യൂസിലാണ് നമ്മൾ ജെല്ല് ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ എണ്ണ മുടി ഷാമ്പൂ കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഡ്രൈനസ് ഉണ്ടെന്നുള്ളവർക്ക് ജസ്റ്റ് നമ്മൾ ജെല്ലെടുക്കുക. അലോവേര ജെല്ലാണ് ഇത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ജെല്ല് എടുത്തോളൂ കേട്ടോ. ഹിബിസ്കസ് ആണെങ്കിൽ അത്, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതെങ്കിലും സിറം ആണെങ്കിൽ അത്, വാട്ട് എവർ എടുക്കുക. ഇത് ഒട്ടിപ്പിടിക്കലൊന്നും ഉണ്ടാവില്ല മുടിയിൽ, വളരെ കുറച്ച് മാത്രം ഫുൾ ഹെയർ ലെങ്ത്തിലേക്കുള്ളത് എടുക്കുക, തൊട്ട് പുരട്ടി കൊടുക്കുക. ഇത് വെള്ളം പോലെയാണ്. അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നവർക്കറിയാം, ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് ഇരിക്കുക. സ്കിന്നിൽ യൂസ് ചെയ്യാം, മുടിയിൽ യൂസ് ചെയ്യാം. മുടി നല്ല സോഫ്റ്റായിട്ട് കിടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. മുടിയുടെ എൻഡ് വരെ, പ്രത്യേകിച്ച് ഡ്രൈ ഹെയർ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. കറണ്ട് പോയി. ഫുൾ ലെങ്ത്തിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത്രയും ലെങ്ത്തിലേക്ക് ഞാൻ വളരെ കുറച്ച് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ, അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ ഉണങ്ങുകയാണെങ്കിൽ ഉണങ്ങാൻ ഇടുക, അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ഡ്രയർ വെച്ചിട്ട് ഉണക്കിയെടുക്കാം. രാവിലെ നിങ്ങളിതുപോലെ മുടി ഓഫീസിലൊക്കെ പോകുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുളി കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ കുളിക്കാതെയോ, അപ്പോൾ കുളിക്കാൻ നേരം കിട്ടിയില്ല, തല എണ്ണയൊന്നും ഇട്ടിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല. ഈ ജെല്ല് എടുത്തിട്ട് മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, എന്നിട്ട് കോംബ് ചെയ്തിട്ട് ഇട്ടാൽ മതി. വേറെ സിറം ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് വാങ്ങിച്ച് വെച്ചിട്ടുള്ളവർ അവരോടാണ് പറയുന്നത്, സ്കിന്നിൽ നിങ്ങൾ മോയ്സ്ചറൈസറും ഇടുന്നതിന് പകരം നിങ്ങൾക്ക് അലോവേര ജെല്ല് യൂസ് ചെയ്യാം. എന്നിട്ട് സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ട് നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് മേക്കപ്പ് ചെയ്യുന്നവരുണ്ടാവും, സ്കിന്ന് വെറുതെ ഇട്ടിട്ട് പോകുന്നവരുണ്ടാവും, എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ. അപ്പോൾ ഒട്ടും എന്താ പറയുക ഡീഹൈഡ്രേറ്റഡ് ആവില്ല. അപ്പോൾ നമ്മുടെ ഹെയറും ഡീഹൈഡ്രേറ്റഡ് ആവാതെ ഇരിക്കാനായിട്ട് അലോവേര ഹെൽപ്പ് ചെയ്യും. ഫുൾ ഡ്രയർ വെച്ച് ഉണക്കി ചീപ്പ് വെച്ച് എടുക്കണില്ല, അത് കുറച്ചൊന്ന് അത് ഇരുന്നോട്ടെ. കാരണം മുടിയിൽ ഒരുപാട് ചൂടൊന്നും അടുപ്പിക്കാതെ കൊണ്ടു കിടക്കുന്ന ഹെയറാണ്. അപ്പോൾ അമ്മാസിൻ്റെ പ്രൊഡക്ട്സ് യൂസ് ചെയ്തവരിൽ നിന്ന് നമ്മളെന്തായാലും ഓണത്തിന് നമുക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ കസ്റ്റമറിൽ നിന്ന് ഫോട്ടോസും റിവ്യൂസൊക്കെ അയച്ചു തരുന്നവരിൽ നിന്ന് നമ്മൾ നറുക്കെടുത്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.